ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിൽ നിന്നും UAE പോകുന്ന വിസിറ്റ് വിസ ഹോൾഡർമാർക്ക് അതേ എയർലൈനിൽ തന്നെ മുന്നോട്ടുള്ള യാത്രകളും മടക്കയാത്രകളും ബുക്ക് ചെയ്യാൻ ട്രാവൽ ഏജന്റുമാർ ഉപദേശിക്കുന്നു. തങ്ങളുമായി പങ്കിട്ട ഉപദേശങ്ങൾ വിമാനത്തിൽ കയറാൻ ഈ ആവശ്യകതയിൽ നിർബന്ധിക്കുന്നതായി അവർ റിപ്പോർട്ട് ചെയ്തു. മറ്റൊരു വിമാന കമ്പനിയിൽ റിട്ടേൺ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതിനാൽ ചില യാത്രക്കാർക്ക് UAE പോകാൻ സാധിച്ചില്ല. ട്രാവൽ ഇൻഡസ്ട്രി എക്സിക്യൂട്ടീവുകൾ പറയുന്നതനുസരിച്ച് UAE വിമാനത്താവളങ്ങളിൽ കർശനമായ പരിശോധനകൾ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ഒരേ വിമാനത്തിൽ 40 യാത്രക്കാരെ വരെ തിരിച്ചയക്കുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. UAE യാത്രക്കാർ 3000 ദിർഹത്തിന് തുല്യമായ ഫണ്ട് പണമായോ ക്രെഡിറ്റ് കാർഡിലോ കൊണ്ടുപോകണം. കൂടാതെ ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ രാജ്യത്തെ ഒരു ഹോസ്റ്റലിൽ നിന്നുള്ള കത്ത് പോലുള്ള താമസിച്ചതിലെ സാധുവായ തെളിവും നൽകണം. അവരുടെ എമിറേറ്റ്സ് IDയുടെ ഒരു പകർപ്പ് കൂടാതെ സന്ദർശന വിസ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അവർക്ക് സ്ഥിരീകരിച്ച റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് യാത്രക്കാരനെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുന്നതിന് ഇടയാക്കും. ഇന്ത്യൻ ഇസ്ലാമിക നാഗരികതയുടെ ചരിത്രം പറയുന്ന പ്രദർശനത്തിന് ദേശീയ മ്യൂസിയത്തിൽ തുടക്കമായി. കുവൈറ്റിലെ ഹൗസ് ഓഫ് ഇസ്ലാമിക് ആൻറ്റിക്വിറ്റീസുമായി സഹകരിച്ചാണ് നാഷണൽ മ്യൂസിയം ഓർണമെന്റ് ദി സ്പ്ലെൻഡർ ഓഫ് ദി സുൽത്താൻസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു പ്രദർശനം നടത്തുന്നത്. സെയ്ദ് മിയാൻ ബിൻ ഷിഹാബ് അൽ സയ്യിദിന്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. ദേശീയ മ്യൂസിയം സെക്രട്ടറി ജനറൽ ജമാൻ ബിൻ ഹസൻ അൽ മൗസവി ഉദ്ഘാടനം ചെയ്തു. വാഹനത്തിൽ നിന്നും മാലിന്യം വലിച്ചെറിഞ്ഞാൽ 1000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി. ലൈസൻസിൽ 6 ബ്ലാക്ക് പോയിന്റും രേഖപ്പെടുത്തും. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതിനോടൊപ്പം നഗര ശുചിത്വത്തിനും കളങ്കമുണ്ടാക്കുന്ന ഈ നടപടി ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും വെച്ച് പൊറുപ്പിക്കില്ലെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. പൊതുമര്യാദയ്ക്ക് നിരക്കാത്ത നടപടികളിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും മാലിന്യം നിശ്ചിത സ്ഥലത്ത് മാത്രമേ നിക്ഷേപിക്കാവൂ എന്നും പോലീസ് അറിയിച്ചു. UAE നിന്നും തായ്ലാൻഡിലേക്ക് ജോലിക്കായി പോയ 2 മലയാളി യുവാക്കളെ കാണാനില്ലെന്ന പരാതി. ഓൺലൈൻ വഴി നടന്ന ഇന്റർവ്യൂയിലൂടെയാണ് ഇവർക്ക് ജോലി ലഭിച്ചത്. മലപ്പുറം സ്വദേശികളായ യുവാക്കളെ പറ്റി ഒരാഴ്ചയായി ഒരു വിവരവുമില്ല. 22-ാം തീയതി രാത്രിയാണ് അവസാനമായി വീട്ടുകാരുമായി ബന്ധപ്പെട്ടത്. തായ്ലാൻഡ് അതിർത്തിയിലെ പുഴ കടന്ന് മ്യാൻമറിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഇരുവരും ഭാര്യമാർക്ക് ശബ്ദ സന്ദേശം അയക്കുകയായിരുന്നു. പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ എംബസിക്കും നോർക്ക റൂട്ട്സിനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുകയും അവരെ സഹായിക്കുകയുമാണ് ജോലിയായി പറഞ്ഞിരുന്നത്. ദുബൈയിലെ ഇടനിലക്കാരൻ വഴിയാണ് ഇവർ തായ്ലൻഡിലെ റിക്രൂട്ടിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ടതെന്നാണ് സൂചന. എന്നാൽ ഇതിനെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്ക് വ്യക്തമായ വിവരമില്ല. തൊഴിൽ വിസയുമായി 21-നാണ് തായ്ലാൻഡിൽ ഇവർ എത്തിയത്. സുൽത്താൻ ഹൈത്തം സിറ്റിയുടെ ഔദ്യോഗിക ലോഞ്ചിംഗ് വാർഷികം ഗാർഹിക നഗരാസൂത്രണ മന്ത്രാലയം ആഘോഷിച്ചു. 2023 മെയ് 31-ന് അൽബർക്ക കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതിയുടെ രൂപരേഖ അവതരിപ്പിച്ചത്. തുടർന്ന് മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങി. അതിവേഗം മുന്നോട്ടു പോകുന്ന ഹൈത്തം സിറ്റി 2030-ൽ യാഥാർത്ഥ്യമാകുമെന്നാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുൽത്താൻ ഹൈത്തം സിറ്റിയുടെ പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. സ്ട്രാബാക്ക് ഒമാനാണ് പദ്ധതിയിലെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. സിറ്റിയിലെ റോഡുകൾ, വാദികൾ എന്നിവയും സിറ്റി സെൻട്രൽ പാർക്കിന്റെ ചുറ്റുഭാഗവും നിലമൊരുക്കുകയാണ് ഇപ്പോൾ ചെയ്തുവരുന്ന പ്രവർത്തനങ്ങൾ. ബഹുരാഷ്ട്ര പേയ്മെന്റ് കാർഡ് സേവനങ്ങൾ നൽകുന്ന വിസ മിഡിൽ ഈസ്റ്റിൽ ഒരൊറ്റ കാർഡിൽ ഡെബിറ്റ് ക്രെഡിറ്റ് സേവനങ്ങൾ അവതരിപ്പിക്കുന്നു. സെൻട്രൽ ഈസ്റ്റേൺ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവയ്ക്കായുള്ള വാർഷിക വിസ പേയ്മെന്റ് ഫോറത്തിൽ പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പുറത്തിറക്കി. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇടപാടുകൾക്ക് കാർഡുകൾ ഉപയോഗിക്കുന്ന രീതി സർവ്വസാധാരണമാണ്. ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇ-കൊമേഴ്സ്, സ്റ്റോർ ഷോപ്പിംഗ് എന്നിവ സജീവമായതോടെ തടസ്സമില്ലാത്ത പണക്കൈമാറ്റം പ്രദാനം ചെയ്യുന്നതിനാണിത്. ഒമാനിൽ താപനില വർദ്ധിക്കുന്നതിനോടൊപ്പം തീപിടുത്തങ്ങളുടെ എണ്ണവും ഉയരുന്ന സാഹചര്യത്തിൽ കാരണങ്ങളും സുരക്ഷാ മാർഗങ്ങളും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ഓർമ്മിപ്പിച്ചു. പാർപ്പിട തീപിടുത്തങ്ങളിലാണ് പ്രധാനമായും വർധനവുണ്ടായിട്ടുള്ളത്.
ഇവിടെ സുരക്ഷ ഉറപ്പാക്കി ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അധികൃതർ ഓർമ്മിപ്പിച്ചു. വൈദ്യുതിയും ഗ്യാസും ഓഫ് ചെയ്യുക. എല്ലാ വൈദ്യുതി ഗ്യാസ് സ്രോതസ്സുകളും ഉടൻ ഓഫ് ചെയ്യുക. തീ കൂടുതൽ പടരാതിരിക്കാൻ കത്തുന്ന വസ്തുക്കളുണ്ടെങ്കിൽ അവ നീക്കാനും ശ്രമിക്കുക. വാതിലുകൾ തുറക്കുന്നതിന് മുമ്പ് മറുഭാഗത്ത് തീയില്ലെന്ന് ഉറപ്പുവരുത്തണം. വീട്ടിൽ നിന്നും എല്ലാ വ്യക്തികളെയും സാധ്യമാകുന്ന വേഗതയിൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഒഴിപ്പിക്കണം. പ്രായമായവരെയും കുട്ടികളെയും പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരെയും സഹായിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധയും നൽകണം. ശക്തമായി പുകയിൽ ശ്വാസം മുട്ടുന്നത് തടയാനായി നനഞ്ഞ തൂവാല കൊണ്ട് വായും മൂക്കും മൂടുക. സഹായത്തിനായി ഉടൻ തന്നെ 9999 എന്ന നമ്പറിലോ 24343666 എന്ന നമ്പറുകളിലും ബന്ധപ്പെടുക. എമർജൻസി എക്സിറ്റുകൾ ഉപയോഗിക്കുക. പുക ശ്വസിക്കുന്നത് ഒഴിവാക്കാൻ തറയിൽ ഇഴഞ്ഞ് അടുത്തുള്ള എമർജൻസി എക്സിറ്റിലേക്ക് പോവുക. സാധ്യമെങ്കിൽ തീജ്വാലകളെ ചെറുക്കാനായി ഫയർ ബ്ലാങ്കറ്റ് പോലെ ലഭ്യമായ ഏതെങ്കിലും അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കുക. വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ വീണ്ടെടുക്കാനായി തീയുള്ള സ്ഥലത്തേക്ക് പോവാതിരിക്കുക തുടങ്ങിയവയാണ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിന്റെ എഞ്ചിന് തീപിടുത്തം. 148 യാത്രക്കാരുമായി യാത്ര തിരിക്കാനൊരുങ്ങിയതായിരുന്നു. ഷിക്കാഗോയിലെ ഹൊയർ രാജ്യാന്തര വിമാനത്താവളത്തിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. സിയാറ്റിൽ ടെക്കോമയിലേക്കുള്ള യുണൈറ്റഡ് എയർലൈൻസ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ടാക്സിവേയിൽ നിൽക്കുമ്പോഴാണ് തീപിടുത്തമുണ്ടായത്. ഉടൻ തന്നെ അഗ്നിശമന സേനയും മെഡിക്കൽ സംഘവും സ്ഥലത്തെത്തി തീയണച്ചു. 148 യാത്രക്കാരെയും 5 ജീവനക്കാരെയും സുരക്ഷിതമായി വിമാനത്തിൽ നിന്നും പുറത്തിറക്കി. യാത്രക്കാർക്കായി മറ്റൊരു വിമാനത്തിൽ യാത്ര പുനർക്രമീകരിക്കുകയും ചെയ്തു. അതേസമയം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാമയർ ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് സർവീസ് ആരംഭിക്കുന്നു. ജൂലൈ 2 മുതൽ ആഴ്ചയിൽ 2 വിമാനങ്ങൾ സർവീസ് നടത്തും. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലായിരിക്കും സർവീസുകൾ. ഇന്ത്യയിലെ തങ്ങളുടെ സേവനം വ്യാപിപ്പിക്കുകയാണെന്നും ഏറെ ചരിത്ര പ്രാധാന്യമുള്ള നഗരമാണ് ഡൽഹിയെന്നും സലാമയർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്യാപ്റ്റൻ അഹമ്മദ് ഷിദ്ദാനി അറിയിച്ചു. കേരളത്തിൽ നിലവിൽ കോഴിക്കോട്ടേക്ക് മാത്രമാണ് സലാമയർ സർവീസ് നടത്തുന്നത്. ചെന്നൈ, ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൗ എന്നിവയാണ് സലാമയർ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ മറ്റ് സെക്ടറുകൾ. ആഗോളതലത്തിൽ സലാമയർ സർവീസുകൾ വ്യാപിപ്പിച്ചു വരികയാണ്. ഈജിപ്ത് നഗരമായ കെയ്റോയിലേക്ക് ജൂൺ 15 മുതൽ ആഴ്ചയിൽ 3 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് കമ്പനി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എല്ലാ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലായിരിക്കും സർവീസുകൾ. യാത്രക്കാരിൽ നിന്നുള്ള നിരന്തര അഭ്യർത്ഥന മാനിച്ചാണ് പുതിയ മസ്കറ്റിനും കെയ്റോയ്ക്കും ഇടയിൽ സർവീസ് ആരംഭിക്കുന്നതെന്നും മികച്ച യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുന്നതെന്നും സലാമയർ സിഇഒ ക്യാപ്റ്റൻ അഹമ്മദ് ഷിദ്ദാനി കൂട്ടിച്ചേർത്തു.